ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് തട്ടിപ്പ് നടന്നത് നിങ്ങൾ അറിഞ്ഞോ? നടന്നിരിക്കുന്നത് 3,72,000 കോടി രൂപയുടെ തട്ടിപ്പാണ്. തട്ടിപ്പ് നടത്തിയത് വിയറ്റ്നാമിലെ റിയൽ എസ്റ്റേറ്റ് പ്രമുഖയായ ട്യൂമിയാൻ എന്ന 78-കാരിയും. വധശിക്ഷയാണ് ട്യൂമിയാന് വിയറ്റ്നാം കോടതി നൽകിയിരിക്കുന്നത്. വധശിക്ഷയെ ഒഴിവാക്കാൻ 70,000 കോടി രൂപയാണ് ഇവർ കണ്ടെത്തേണ്ടത്. അങ്ങനെയായാൽ വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കും. കഴിഞ്ഞ വർഷം ഏപ്രിലായിരുന്നു ഇവരെ കുറ്റക്കാരിയായി കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ വാദം നടക്കുന്നതിനിടെയാണ് ട്യൂമിയാൻ വധശിക്ഷയ്ക്ക് ഒഴിവാകാൻ കോടതിയിൽ ഹർജി നൽകിയത്. പക്ഷെ ഇത് തള്ളിക്കൊണ്ട് കോടതി ചൊവ്വാഴ്ച വിധി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇവർ വിയറ്റ്നാമിലെ സായ്ഗോൺ കൊമേഴ്ഷ്യൽസ് ബാങ്കിന്റെ നിയന്ത്രണം രഹസ്യമായി ഏറ്റെടുത്ത് കടലാസ കമ്പനികൾ വഴി ലോൺ സംഘടിപ്പിച്ച് 10 വർഷത്തിനിടെ വൻ തട്ടിപ്പ് നടത്തിയെന്നാണ് കഴിഞ്ഞ ഏപ്രിലിൽ വിയറ്റ്നാം കോടതി കണ്ടെത്തിയത്. 2011 മുതലാണ് ഇവർ ഈ കുറ്റകൃത്യം നടത്തുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ട്യൂമിയാൻ അടക്കം 88 പേരെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത്. ഇവരുടെ ഭർത്താവും മരുമകനും അടക്കം കേസിൽ പ്രതിയായിരുന്നു. വധശിക്ഷ ഒഴിവാക്കാനുള്ള 70,000 കോടി രൂപ കണ്ടെത്താനാവുമെന്ന് ട്യൂമിയാന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നുവെങ്കിലും സ്വത്തുവകകൾ വിറ്റാലും ഈ തുക കണ്ടെത്തുക ബുദ്ധിമുട്ടായിരുന്നുവെന്നാണ് BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന കടയിലൂടെയായിരുന്നു ട്യൂമിയാന്റെ ബിസിനസ് പ്രവേശം. പിന്നീട് ഭൂമി വാങ്ങുകയും റിയൽ എസ്റ്റേറ്റ് വ്യാപാരത്തിലേക്ക് കടക്കുകയുമായിരുന്നു. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും സ്വന്തമാക്കിയ ഇവർ പിന്നീട് വിയറ്റ്നാമിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രമുഖയായി മാറി. ഇതോടെ പല സ്ഥാപനങ്ങളുടെയും ഓഹരികളും വാങ്ങി തുടങ്ങി. ഇതുവഴിയാണ് സായ്ഗോൺ കൊമേഴ്ഷ്യൽസ് ബാങ്കിന്റെ നിയന്ത്രണവും കൈക്കലാക്കുന്നത്. ഏതെങ്കിലും സ്ഥാപനത്തിന്റെ 5% ഓഹരിയിൽ കൂടുതൽ ഒരു വ്യക്തി കൈവശം വെക്കുന്നത് വിയറ്റ്നാം നിയമം അനുവദിക്കുന്നില്ല. ഈ നിയമം നിലനിൽക്കെയാണ് ബാങ്കിന്റെ 90% ഓഹരി ഇവർ കൈക്കലാക്കിയത്. എന്തായാലും വധശിക്ഷയ്ക്ക് ഒഴിവാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവപര്യന്തമായി കുറയ്ക്കേണ്ട അവസ്ഥയാണ് വരേണ്ടത്. എന്നാലും ജീവപര്യന്തം എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കണ്ടു തന്നെ അറിയണം.